ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി. പുത്രദ ഏകാദശി എന്നും ഈ ഏകാദശിക്ക് പേരുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രധാനമായി ആരാധിക്കുന്ന ഈ ദിവസം വൈകുണ്ഠവാതിലുകൾ തുറക്കുകയും വ്രതാനുഷ്ഠാനത്തിലൂടെ ഏവർക്കും ഇഹലോകത്തിലും പരലോകത്തിലും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ആദിശേഷനാഗത്തിൻ്റെ കുടക്കീഴിൽ ഭഗവാൻ ലക്ഷ്മി സമേതനായി വാണരുളുന്ന 14 ലോകങ്ങൾക്കും മുകളിലുള്ള മണ്ഡലമാണ് വൈകുണ്ഠം. ഓരോ വിഷ്ണുഭക്തരും വിഷ്ണുപാദം പോകി ഭാഗവാനിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസം ഏകാദശി അനുഷ്ഠിക്കുന്നവർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയും ഉത്തരഭാഗം അല്ലെങ്കിൽ വടക്കേ വാതിലിലൂടെ പുറത്തേക്ക് കടക്കുകയും ചെയ്യുക വഴി സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠം കടക്കുന്നു എന്നാണ് സങ്കല്പം. എന്താണ് ഉത്തരവാതിലിലൂടെ പുറത്തേക്ക് കടക്കുന്നതിൻ്റെ പ്രാധാന്യം? ഒരിക്കൽ ബ്രഹ്മാവ് വേദങ്ങൾ മറന്നുവെച്ചതിനെ തുടർന്ന് മധുകൈടവന്മാർ വേദങ്ങൾ മോഷ്ടിക്കുകയും വേദങ്ങൾ വീണ്ടെടുക്കുവാനായി മത്സ്യാവതാരം കൈക്കൊണ്ട ഭഗവാൻ മഹാവിഷ്ണു വേദങ്ങൾ വീണ്ടെടുക്കുകയും ഈ സമയത്ത് തീർത്തും നിരാശരായി കാണപ്പെട്ട മധുകൈടവന്മാരോട് ഭഗവാൻ നിരാശയ്ക്കുള്ള കാരണം ആരായുകയും ചെയ്തു. അപ്പോൾ ഈ ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് തങ്ങൾക്ക് മനം മടുത്തുവെന്നും മോക്ഷം നൽകണമെന്നും അവർ പറഞ്ഞു. എന്നാൽ മോക്ഷം എന്നാൽ കഠിനമേറിയതാണെന്നും ഭഗവാൻ പറയുന്നു. മോക്ഷം ലഭിക്കുവാൻ എന്തു ചെയ്യണമെന്നപേക്ഷിച്ച മധുകൈടവന്മാരുടെ ആഗ്രഹത്തിൽ ഭഗവാൻ കരുണ ചൊരിയുന്നു. വൈകുണ്ഠത്തിൻ്റെ വടക്കേ കവാടത്തിൽ എത്തിച്ചേരാനുള്ള ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അവർ അവിടെ എത്തുകയും ഭഗവാൻ മധുകൈടവന്മാരെ വൈകുണ്ഠത്തിലേക്ക് കടത്തിവിടുകയും സായുജ്യം നൽകുകയും ചെയ്യുന്നു. സ്വർഗവാതിൽ ഏകാദശി ദിവസം നമ്മൾ ക്ഷേത്രങ്ങളിലെ വടക്കേ വാതിൽ കടക്കുമ്പോൾ ഭഗവാനോടൊപ്പം മധുകൈടവന്മാരെയും സ്മരിക്കുക. ഇത്തവണത്തെ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ഡിസംബർ 30-നാണോ 31-നാണോ എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകാം. ഡിസംബർ 30 ചൊവ്വാഴ്ച ദശമി തിഥി ചേർന്ന് വരുന്ന ഏകാദശിയാണ്. ദ്വാദശി തിഥി ചേർന്ന് വരുന്ന ഏകാദശി എടുക്കുന്നതാണ് ഉത്തമം. അതായത് ഡിസംബർ 31 ബുധനാഴ്ച. ഇനി എങ്ങനെയാണ് ഏകാദശി വ്രതാനുഷ്ഠാനം എന്നതിലേക്ക് വരാം. ദശമി ദിവസം പുലർച്ചെ ഉണർന്ന് ഭഗവാന് മുന്നിൽ ദീപം തെളിച്ച് ക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ അതിനുശേഷം ഭഗവത് ചിന്തയോടുകൂടി നാമജപത്തിൽ മുഴുകി ഒരിക്കലെടുത്ത്, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് രാവിലെയും രാത്രിയും പഴങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങളോ കഴിച്ച് വ്രതമനുഷ്ഠിക്കാം. ദശമി ദിവസത്തിൽ സന്ധ്യാസമയത്തിന് മുൻപ് തന്നെ ഏകാദശി ദിവസം ഭഗവാന് മുൻപിൽ സമർപ്പിക്കാനും പാരണയ്ക്കും ആവശ്യമായ തുളസി പറിച്ചു വെക്കണം. ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ തുളസി പറിക്കരുത്. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപുണർന്ന് ഭഗവാന് ദീപം തെളിച്ച് ക്ഷേത്രദർശനം നടത്തി ഗണപതി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ശിവപാർവതിമാരെയും വായു അഗ്നി ദേവന്മാരെയും പ്രാർത്ഥിച്ച് വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കാം. വായു അഗ്നി ദേവന്മാരെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശപ്പാകുന്ന അഗ്നിയെ ശമിപ്പിച്ച് ഏകാദശി വ്രതം പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. തുളസിക്ക് വെള്ളമൊഴിക്കുക, വീടുകളിൽ തുളസിത്തറയുണ്ടെങ്കിൽ ദീപം തെളിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഭാഗവതം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ ജപിച്ച് ചിന്തയെ ശുദ്ധീകരിച്ച് മനസ്സിനെ പവിത്രമാക്കി ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ ഉറങ്ങാതെ ഭഗവത് ചിന്തയിൽ മുഴുകിയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇനി ഇതൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ചൊല്ലാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ചൊല്ലിയാലും മതി. ഏകാദശി ദിവസം പൂർണ്ണമായും ഉപവസിക്കുന്നവരും വെള്ളം മാത്രം കുടിച്ചും പാലും പഴവർഗ്ഗങ്ങളും കഴിച്ചും ഉപവസിക്കുന്നവരും ഉണ്ട്. ഇന്നത്തെ ജീവിതശൈലിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കി വേണം വ്രതമനുഷ്ഠിക്കാൻ. ഏകാദശി ദിവസം ധാന്യങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ദിവ്യപ്രണയം പരാമർശിക്കുന്ന 18 പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നവധാന്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനമാണ് പരാമർശിച്ചിട്ടുള്ളത്. ഗോതമ്പ്, പയറ് അങ്ങനെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ചാമ അരി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാം. ഇതിനിടയിലുണ്ടാകുന്ന
കിഴങ്ങുവർഗ്ഗങ്ങൾ, അതായത് മരച്ചീനി, മധുരക്കിഴങ്ങ് പോലുള്ളവ കൊണ്ടുള്ള പുഴുക്ക് കഴിക്കാം. നവധാന്യങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറയുന്നതിനുള്ള കാരണം ഭഗവാൻ തൻ്റെ സൃഷ്ടി നടത്തുന്ന സമയത്ത് ബ്രഹ്മാവ് ഭഗവാന്റെ തിരുനാഭിയിൽ നിന്ന് ഉദ്ഭവിക്കുകയും ബ്രഹ്മാവിൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ഉണ്ടായ നെഗറ്റീവ് എനർജിയിൽ നിന്നും പാപമനുഷ്യൻ അവതരിക്കുകയും ചെയ്തു. പാപമനുഷ്യൻ താൻ എവിടെ വസിക്കും എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ നവധാന്യങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തിൽ വസിച്ചു കൊള്ളാൻ അദ്ദേഹം പാപമനുഷ്യന് അനുവാദം കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് അരിയാഹാരം ഏകാദശി ദിവസം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. പുത്രദ ഏകാദശി എന്നും പേരുള്ള ഈ ദിവസം സന്താന ലബ്ധിക്കായി ദമ്പതിമാർ വ്രതമനുഷ്ഠിക്കുക വഴി സത്സന്താന ലബ്ധി പ്രാപ്തമാകുന്നു. ഗുരുവായൂർ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീരംഗം ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം സ്വർഗവാതിൽ ഏകാദശി സവിശേഷമായി ആചരിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. സ്വർഗവാതിൽ ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് ഡിസംബർ 30 രാത്രി 10-12 മുതൽ ഡിസംബർ 31 രാവിലെ 10-12 വരെയുള്ള സമയത്താണ്. മരണാസമയം വരുന്നത് ജനുവരി 1 രാവിലെ 7:14 മുതൽ 9:18 വരെയാണ്. മരണ എന്നാൽ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുക എന്നാണ്. പാരണാമന്ത്രം ഭോക്ഷ്യോഭ്യം പുണ്ടരീകാക്ഷം ശരണം മേ ഭവാച്യുത എന്നാണ്. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുന്നു, അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ അച്യുത എന്നാണ് പാരണാമന്ത്രത്തിൻ്റെ അർത്ഥം. ദ്വാദശി ദിവസം പാരണം ചെയ്ത ശേഷം അന്നും പകലുറങ്ങാതെ ഈശ്വരനാമ ജപത്തോടുകൂടി ഭഗവാനിൽ മുഴുകി വ്രതമെടുക്കുക. ദ്വാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശിപ്പണ സമർപ്പണ ചടങ്ങ് നടന്നുവരുന്നു. ഇതിന് സാധിക്കാത്തവർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഉത്തമമാണ്. ഏവരെയും വൈകുണ്ഠ ഏകാദശി എടുക്കുവാൻ ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രാധേശ്യാം.